നല്ല മഴ പെയ്യുമ്പോൾ ഒരു ചൂടൻ കോഫി കിട്ടിയാലോ നല്ല രസമായിരിക്കും അല്ലേ. അതൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു കോഫി ഉണ്ടാക്കാൻ പോവുകയാണ്. അമ്മ സ്പെഷ്യൽ. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നൊരു സ്പെഷ്യൽ കോഫി പൗഡർ വെച്ചിട്ടാണ് ഈ കോഫി ഉണ്ടാക്കുക. ഞാനത്ര കോഫി ലവറോ ചായ ലവറോ ഒന്നും അല്ല. എന്നാൽ ഇതുപോലെ തണുത്തിരിക്കുമ്പോൾ ഒരു കോഫി കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഈ മഴയത്ത് അല്ലെങ്കിൽ തണുപ്പ് സീസണിലൊക്കെ പുറത്ത് എവിടെയെങ്കിലും പോയി വരുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും, ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളായിരുന്നോ നന്നായിരുന്നു എന്നുള്ളത്. അമ്മ നാട്ടിലേക്ക് പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് അമ്മ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവാമെന്ന് കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നൊരു കോഫി പൗഡറാണ്. കാരണം ഇത് നമ്മുടെ മഴയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിന്ന് കുറച്ച് കോഫിക്കുള്ള വെള്ളമേ വെച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് വേണ്ടി മാത്രം ഉള്ള കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചു. ഇനി അതിലേക്ക് കോഫി പൗഡർ ഇടാം. ഇതാണ് ആ സ്പെഷ്യൽ കോഫി പൗഡർ. ഇതെന്തെന്ന് വെച്ചാൽ ഇതിൽ അമ്മ ജീരകം, ഇഞ്ചി, പിന്നെ അതുപോലെ മല്ലി, അങ്ങനെ എന്തെല്ലോ 3-4 ഇൻഗ്രീഡിയൻസ് കോഫി പൗഡർ ഇതെല്ലാം ചേർത്ത് പൊടിച്ച് തയ്യാറാക്കി വെച്ച കോഫി പൗഡർ കേട്ടോ ഇത്. അപ്പോൾ അത് മാത്രം ഇട്ടാൽ മതി. നമ്മളത് ഒരു 1-1.5 സ്പൂൺ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും കോഫി പൗഡർ നമുക്കിതിലിടാം. ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ കോഫി ഒന്ന് നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ അതൊന്ന് തിളച്ച് നല്ലൊരു സ്മെല്ല് വരും, അതുപോലെ നല്ല കളർ ചേഞ്ചും വരും. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ടത് ഇനി ശർക്കരയോ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, പഞ്ചസാരയോ ശർക്കരയോ എന്താണോ ഉള്ളത് അതിടാം. എൻ്റെ കയ്യിലുള്ളത് നാട്ടിച്ചക്കര എന്ന് പറയും. അച്ഛൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ്, എനിക്കത് നാട്ടിച്ചക്കര എന്ന് പറയും. അതിൻ്റെ 2 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഈ ശർക്കരേൻ്റെ വേറെ ഒരു ടൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. അത് നല്ലതാണ്, ഹെൽത്തി ആണെന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നാട്ടുചക്കരനെ പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല. പക്ഷേ അവിടെ നിന്ന് എല്ലാവരും പറയുന്നത് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അധികം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് കുടിക്കാനാണ് ഇഷ്ടം, ചായയോ കോഫിയോ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നാട്ടിലിപ്പോൾ നല്ല മഴയാണ്. പക്ഷേ ഇവിടെ മഴയാണ്. ഇവിടെ പക്ഷേ നാട്ടിലത്തെ അത്ര മഴ ഇവിടെ നമുക്ക് ഫീലാവില്ല. കാരണം ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ളത് കൊണ്ട് വെള്ളമൊക്കെ വേഗം ഇറങ്ങിപ്പോവും. അതുകൊണ്ട് വെള്ളപ്പൊക്കം അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ കോഫി റെഡിയായി. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. എനിക്കെന്താ ത്രോട്ട് പെയിൻ, അങ്ങനെ എന്തെങ്കിലും തലവേദന അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുപോലെ കോഫിയാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് അതൊരു ഹാബിറ്റായിരിക്കും, ചിലർക്കത് ഉണ്ടാവില്ല. ഞാൻ ഈ ത്രോട്ട് പെയിൻ, പനി അങ്ങനെയൊക്കെ വരുമ്പോൾ കോഫി ആക്കി കുടിക്കാറുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു എരിവ്, മധുരം അതൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ത്രോട്ടിനൊരു ആശ്വാസം പോലെ ഒരു നല്ലൊരു സുഖമാണ്. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യും. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ കോഫി എടുത്ത് വന്നു. മഴ കുറച്ച് കുറവുണ്ട് ഇപ്പോൾ. അങ്ങനെ മഴയും കണ്ടുകൊണ്ട് ഈ ചൂടുള്ള കോഫിയും കയ്യിൽ പിടിച്ച് അതിൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര നല്ല അടിപൊളിയാണ്. അതും എടുത്തുകൊണ്ട് നമുക്ക് റോഡിലൂടെ പോകുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു വൈകുന്നേരം ഇവിടെ ഇരിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.